പണ്ട് മൂപ്പരോട് നമ്മൾ ചോദിച്ചു, മക്കയിൽ ആണ്ട് നേർച്ചയുണ്ടോ? മൂപ്പര് സധൈര്യം മറുപടി പറഞ്ഞു, പിന്നെ ഹജ്ജ് അവിടുത്തെ ആണ്ട് നേർച്ചയല്ലേ, കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പിന്നെ മിനായിൽ ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ കുട്ടികൾക്കും മനപ്പാടമാണ് ആ പൊട്ടൻ ചോദ്യം. അങ്ങനെയൊക്കെ പൊട്ടത്തരം ചോദിച്ചു. നമ്മൾ ഓരോന്നും പറഞ്ഞു. നിങ്ങളുടെ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടുംവിളിയോടുകൂടെയുള്ള നേർച്ചയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോ ഇവര് പറഞ്ഞു, നിങ്ങൾ കൊണ്ടോട്ടിയിലെ ആ തോന്നിവാസം കാണിക്കണ്ട, ഭീമാപള്ളിയിലെ തോന്നിവാസം കാണിക്കണ്ട, ഞങ്ങൾ മുട്ടും വിളിക്കും പണ്ടേ എതിരാണ്, ഞങ്ങൾ ഇതൊക്കെ പണ്ടേ എതിർത്തിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നല്ല വിള്ള ചമയാൻ നോക്കി, തോളൊഴിയാൻ നോക്കുകയുണ്ടായി. ആ സമയത്തതാ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിവരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ കെട്ട് പൊട്ടിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ വലിയ ഹോജയായ ശാലിയാത്തി, ആ ശാലിയാത്തിയുടെ ഫത്വ എടുത്ത് വായിച്ചിട്ട്, അതും നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്ന് എടുത്ത് വായിച്ചിട്ട്, ചെണ്ടമുട്ട് അനുവദനീയമാണ്, കുഴൽ വിളി അനുവദനീയമാണ്, ശാലിയാത്തിയുടെ ഫത്വ വായിച്ചിട്ട് നിങ്ങൾ എന്തേ മിണ്ടാതെ പോകുന്നത്? മറുപടി പറയണം. നിങ്ങൾ കരയുദ്ധമാണെന്ന് പറഞ്ഞാ മതിയോ? പണ്ടേ ഇവിടുന്നൊരു ശരിയായ ആയുധം കൊണ്ടൊരു അങ്ങോട്ടൊന്ന് തന്നിട്ടില്ലേ? എന്തേ അതിനെപ്പറ്റി പറയാത്തത്? ശാലിയാത്തി എന്തിന്റെ പക്ഷക്കാരനാണ്? മുട്ടും വിളി ജായിസാണെന്ന് പറയുന്ന ആളല്ലേ? ചെണ്ടമുട്ട് അനുവദനീയമെന്ന് പറയുന്ന ആളല്ലേ? കുഴൽ വിളി കൊണ്ട് സിയാറത്തിന് പോകാമെന്ന് പറയുന്ന ആളല്ലേ? നിങ്ങളുടെ സുന്നി വോയിസിൽ വന്നതല്ലേ ആ ഫത്വ? വായിക്കണം സുന്നി വോയിസ് നിങ്ങൾ. എന്നിട്ട് രണ്ടാലൊന്ന് പറയണം നിങ്ങൾ. ഒന്നുകിൽ ശാലിയാത്തി പറഞ്ഞത് ശരിയാണ്, അതല്ലെങ്കിൽ അത് കള്ളമാണ്. രണ്ടാലൊന്ന് നിങ്ങൾ വിശദീകരിക്കണം. നിങ്ങൾ വിശദീകരിക്കണം. പരമ്പര ഇങ്ങനെ എണ്ണിയാ പോരാ. ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് കേട്ടോ. മാത്രമല്ല ഇപ്പോഴും മമ്പുറത്ത് മുട്ടി നടക്കുന്നു. മമ്പുറത്ത് തങ്ങളുടെ ഖബറുള്ള മുറ്റത്ത് വെച്ച് ചാടിക്കളിക്കുന്നു, ചെണ്ടമുട്ടുന്നു. അവിടെ അതാ ആ കളിയാട്ടം നടക്കുന്നു. അവിടെ നിന്നാണ് കളിയാട്ടം പുറപ്പെടുന്നത്. ദർഗയുടെ മുറ്റത്ത് നിന്നാ കളിയാട്ടം പുറപ്പെടുന്നത്. അവിടുന്ന് പുറപ്പെട്ടിട്ട് എവിടെയാ അവസാനിക്കുന്നത്? അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. മുട്ടിച്ചിറയിലുള്ള ഒരു പള്ളിയിലാണ് അവസാനിക്കുന്നത്. ആ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ ഖുതുബ നടക്കുന്ന നേരത്തെ അതാ മുസ്ലിയാർ അവിടെ ഇങ്ങനെ ഖുതുബ ഓതുന്നുണ്ട്. ആ ഖുതുബ ഓതുമ്പോ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് മുട്ടിയേറ പള്ളിയിലേക്കുള്ള മുട്ടും വരവുകാരെയാണ്. ആ കാഴ്ച നിങ്ങൾ കാണാം. എന്തൊക്കെ തോന്നിവാസമാണ് മമ്പുറത്തെ ജാറത്തിന്റെ മുറ്റത്ത് നടക്കുന്നത്. ആര് കാണിച്ചാലും ഇസ്ലാമിന്റെ നിയമം അതല്ലെന്ന് സ്നേഹബുദ്ധിയാ നിങ്ങൾക്ക്. അന്യമതസ്ഥരോടാണെങ്കിൽ അത് പറഞ്ഞുകൂടെ? അതല്ലേ ഞങ്ങൾ മുമ്പേ പറഞ്ഞത്? മുട്ടും വിളിയെ സംബന്ധിച്ച് മമ്പുറത്തെ തങ്ങൾ അത് ജായിസാണെന്ന് പറഞ്ഞയാളാണ്. മമ്പുറത്തെ തങ്ങൾ തുടങ്ങി വെച്ചതാണെന്നൊക്കെ അതിനെപ്പറ്റി പത്ര റിപ്പോർട്ടുകളില്ലേ? അപ്പൊ ഇന്നും അവരുടെ ഖബറിന്റെ തിരുമുറ്റത്ത് വെച്ചിട്ട് അതാ ആട്ടവും കളിയാട്ടവും കൊടിമരം തവാഫ് ചെയ്യലും അതിങ്ങനെ കണ്ടിട്ട് ആശീർവദിക്കുന്നില്ലേ? മുസ്ലിയാന്മാര് കണ്ടു നിന്ന് രസിക്കുകയല്ലേ? ആ ഭാഗം